ലോകമെമ്പാടുമുള്ള ഫ്ലവേഴ്സ് ടിവിയുടെ പ്രേക്ഷകർക്ക് ഇന്ന് സ്വാഗതം പറയുന്നതിന് മുമ്പ് ഒരു നന്ദി പറയട്ടെ. നമ്മൾ തുടങ്ങിയ അന്ന് മുതൽ നമുക്ക് തരുന്ന പ്രോത്സാഹനത്തിന് 1000 നന്ദി പറഞ്ഞു തുടങ്ങട്ടെ. അപ്പോ ഫ്ലവേഴ്സ് ടിവി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ സ്വന്തം ഫ്ലവേഴ്സ് മാച്ചോയിലേക്ക്. അപ്പോ ഇനി തുടങ്ങാൻ പോകുന്നത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട 360 ഡിഗ്രി ഷോ. ആ 360 ഡിഗ്രി ഷോയിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ചു പേരെ ഒന്ന് സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ ഓഡിയൻസ്. വെൽക്കം. നിങ്ങളുടെ എനർജി പോലെ എനിക്ക് ഇന്നത്തെ പരിപാടിയല്ല കേട്ടോ. നിങ്ങൾ ഇവിടെ നിന്ന് കാണിക്കുന്ന എനർജി പോലെയും നിങ്ങൾക്ക് കിട്ടാനുള്ള സമ്മാനങ്ങളുടെയും കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമ്മാനങ്ങളുടെ സ്വന്തമാക്കാനുള്ള അവസരമുണ്ട് കേട്ടോ. ഇനി ഒരു നിലവറ നിറയെ സമ്മാനങ്ങളുമായി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുണ്ട്, കറിച്ചട്ട് തൊട്ട് കാറ് വരെയുണ്ട് സമ്മാനമായി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ. അതിന് ഒരു കാവൽക്കാരിയുണ്ട്, ഒരു സൂക്ഷിപ്പുകാരിയുണ്ട്, നമ്മുടെ സ്വന്തം ബറോസ്, നാം നിലവറതൻ റാണി. ലെറ്റ്സ് വെൽക്കം മീനാക്ഷി സുധീർ. My dear audience, hello. And now it's time to welcome the smart stars. ഇന്ന് കണ്ടസ്റ്റൻസ് ആയിട്ട് എത്തിയിരിക്കുന്ന സ്റ്റാർസ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കണ്ടേ, അവരെ സ്വാഗതം ചെയ്യണ്ടേ. ആദ്യമേ ഇവിടേക്ക് വരാൻ പോകുന്നത് കുടുംബ പരമ്പരകളിലൂടെ ഇവിടുത്തെ കുടുംബങ്ങൾ മുഴുവൻ മനസ്സിലേറ്റി പിന്നീട് അവർ തന്നെ ഒരു കുടുംബമായി മാറി. അങ്ങനെയുള്ള രണ്ടുപേരെയാണ് ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നത്. സൽമാനുൽ ഫാരസ് ആൻഡ് മേഘ മഹേഷ്. ലെറ്റ്സ് വെൽക്കം. സമയം കിട്ടിയില്ല അല്ലേ? പ്ലീസ് പ്ലീസ് വരൂ മേഘ. പ്ലീസ് വെൽക്കം. Thank you. സൽമാൻ ആൻഡ് മേഘ വെൽക്കം ഫസ്റ്റ്. Thank you. ഈ ചോദ്യം നിങ്ങൾ ഒരുപാട് ഫേസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത് പറയാം. ആദ്യം സീരിയൽ ഒരുമിച്ച് അഭിനയിച്ചു, അവിടെ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ട് ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു അല്ലേ? എങ്ങനെയായിരുന്നു നിങ്ങളുടെ പ്രണയ ജേണി? എനിക്കാണ് ആദ്യം ഇഷ്ടമായത്. പ്രപ്പോസ് ചെയ്ത് 2.5 വർഷം എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. ആണോ? പ്രപ്പോസ് ചെയ്ത ഉടനെ സമ്മതിച്ച? ഇല്ല, എന്നെ റിജക്ട് ചെയ്തു. റിജക്ട് ചെയ്താ? അമ്പോറ്റി പോലത്തെ ഈ കൊച്ചിനെ റിജക്ട് ചെയ്യാൻ എങ്ങനെ തോന്നി സൽമാനെ? എങ്ങനെ തോന്നി ആ സമയത്ത്? അതെന്തായിരുന്നു പ്രശ്നം? ഇല്ല, ആക്ച്വലി അപ്പൊ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുന്ന ആളായിരുന്നു സൽമാൻ. അതെ, വളരെ പ്രാക്ടിക്കൽ ആയിട്ട്. മേഘ കുറച്ചുകൂടി റൊമാൻറ്റിക് ആയിരുന്നു. അതെ അതെ. ഇപ്പൊ ജീവിതത്തിൽ എങ്ങനെയാ? അടിപൊളിയായി പോണു. സൽമാനെ, നിങ്ങൾ ആരാണ്? ട്രിവാൻഡ്രം ആരാണ് വീട്? ഇപ്പൊ വീട് സൽമാന്റെ? അല്ല, എന്റെ വീട് കാസർഗോഡ്. ഞാൻ ഷൂട്ടും കാര്യങ്ങളൊക്കെ. കാസർഗോഡ് സംസാരം മാറല്ലോ. കാസർഗോഡ് ഭാഷ തന്നെ ഞാൻ സംസാരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ മുണ്ടിക്കൊണ്ടിരിക്കും. അപ്പോഴേക്ക് ഓക്ക് മനസ്സിലാവുന്ന വിചാരിച്ചിട്ട് ട്രിവാൻഡ്രം അല്ലെങ്കിൽ നോർമൽ സ്ലാങ്ങിൽ സംസാരിക്കും. തിരുവനന്തപുരം അല്ല, കണ്ണൂര്. ഭാഗ്യം. ഞാൻ വിചാരിച്ചു കാസർഗോഡ് തിരുവനന്തപുരം ആണെങ്കിൽ ആ വീട്ടിലെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്തായിരിക്കുന്നത്. ചുമ്മാ അല്ല 2 വർഷം പുള്ളി സമ്മതിക്കാത്തത്. കാസർഗോഡ് കണ്ണൂരൊക്കെ ആവുമ്പോ ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? അപ്പൊ എന്തായാലും നിങ്ങളടക്കം കാസർഗോഡിൽ സംസാരിച്ചോട്ടാ. ഞാൻ മുണ്ടും കാസർഗോഡ്. നമ്മള് മുണ്ടണ കാസർഗോഡ്. അപ്പോ ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല, ഇവരുടെ ഒത്ത എതിരാളികളായിട്ടുള്ള സ്മാർട്ട് സ്റ്റാർസിനെ വിളിക്കാൻ പോവാണ്. സോഷ്യൽ മീഡിയയിലൂടെ കുടുംബ മനസ്സുകളിലോട്ട് കേറുന്ന ഒരു അമ്മയും മകനെയാണ് ഇങ്ങോട്ട് വിളിക്കാൻ പോകുന്നത്. ലെറ്റ് മീ വെൽക്കം അഭിജിത്ത് ആൻഡ് ശൈലജ. അമ്മ പോയി കഴിഞ്ഞിട്ടില്ല. ഡാൻസ് കളിക്കണം. വാ 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 വാ. കമ്മൽ എന്നപ്പം അഭിജിത്തെ, സത്യം പറഞ്ഞാല് ഡാൻസിൽ പക്ഷെ അമ്മ കൊണ്ടുപോയി. അമ്മയ്ക്ക് വേണ്ടി ഞാൻ മാറിക്കൊടുത്തേക്കില്ല. പക്ഷെ സ്റ്റെപ്പൊക്കെ ഇട്ട് ആ സമയത്ത് കോറിയോഗ്രാഫി ചെയ്ത് കളിച്ച ആളാണ് അമ്മ. വെൽക്കം വെൽക്കം. അഭിജിത്ത്, അമ്മയുമായി ചേർന്ന് യൂട്യൂബ് തുടങ്ങാന്നുള്ള പ്ലാൻ എപ്പോഴായിരുന്നു? അത് ജോലി ഒന്നും കിട്ടാതെ വന്നപ്പം എടുത്ത്. അഭ്യസ്തവിദ്യനായ യൂട്യൂബ് തൊഴിലാളി. അതെ അതെ അതെ.
കൊറേ നോക്കി നടന്നില്ല. MBA ആയിരുന്നു ചേട്ടാ, MBA ആയിരുന്നു. എന്നിട്ട് എബ്രോഡ് പോകാൻ നോക്കിയായിരുന്നു 2 വർഷം. 2 വർഷം പോക്ക് നടന്നില്ല, ലോൺ കിട്ടിയില്ല എനിക്ക്. ദുബായ് എന്നുള്ള അടുത്ത ലക്ഷ്യം. അപ്പം ദുബായിലൊക്കെ ഇങ്ങനെ പോകണമെന്ന് കരുതി നിന്നപ്പോഴാണ് വേറെ നല്ലൊരു കമ്പനിയിൽ നിന്ന് ഓഫർ വന്ന് ഓക്കെ ഒരു 3 ലെവൽ ഇന്റർവ്യൂ എല്ലാം പാസ്സായി. അവസാനം സാലറിയുടെ കാര്യം മാത്രമേ ഉള്ളൂ സംസാരിക്കാൻ. അപ്പോഴത്തേക്ക് ഇനി ദുബായ് പോകണ്ട, അത് കിട്ടിയല്ലോ. അത് കിട്ടിയ പിന്നെ ജീവൻ സെറ്റായി. അതിലത്തെ ഒരു കമ്പനി ആയിരുന്നു. ഇതുവരെ പിന്നെ അവരെ വിളിച്ചില്ല. ഞാൻ മറ്റേ വിസിറ്റ് മിസ്സിങ് ക്യാൻസൽ ചെയ്തു. ഞാൻ ചോദിക്കുന്ന മോൻ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞപ്പം അമ്മ പ്രോത്സാഹിപ്പിച്ചോ അതോ എതിരായിരുന്നു? ആണല്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട് തീരുമാനത്തിനെ പറ്റിട്ട്? ഇപ്പൊ മെയിനാ. ഇപ്പൊ ആ കമ്പനി ഖേദിക്കുന്നുണ്ടാവും എടുക്കാത്ത ഈ ഫെയിം കണ്ടിട്ട്. അതെ, നമ്മൾ വേണേ ഇപ്പൊ കമ്പനിയുടെ പേര് പറഞ്ഞു വരാൻ നമ്മളിപ്പോ പ്രശ്നം ഉണ്ടാക്കുമല്ലോ. HR മെയിൽ അയച്ചു എനിക്ക് ജോലി തരാത്തെന്ന് പറഞ്ഞു. നിങ്ങൾ അത് ജോലി കൊടുക്കാറുണ്ട് തന്നെ. അതുകൊണ്ട് നമുക്ക് നല്ലൊരു യൂട്യൂബറെ കിട്ടി കേട്ടാ. അമ്മ അപ്പൊ ഗംഭീരല്ലേ? ആൾക്കാരുടെയൊക്കെ റെസ്പോൺസ് എങ്ങനെയാണ്? സന്തോഷം. എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ കാണുമ്പോ എന്താ വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാർ എല്ലാരും ഭയങ്കര പോസിറ്റീവ് അല്ലേ? അപ്പൊ എന്തായാലും അങ്ങനെ തന്നെ പോട്ടെ. അമ്മയ്ക്ക് ഒരു ഇച്ചിരി ടെൻഷൻ ഉണ്ടോ? ഉണ്ടോ? ആ ചേട്ടനെ കണ്ടോണ്ടാ. എളുപ്പമുള്ള ചോദ്യം ചോദിക്കണെന്നുള്ള ടെൻഷനേ ഉണ്ട്. ഞാൻ സത്യം പറയട്ടെ, ഈ പറഞ്ഞ ചോദ്യങ്ങളുടെ ഉത്തരം എനിക്ക് പോലും അറിഞ്ഞൂടാ. ഇവര് പറഞ്ഞു തരുന്ന ചോദ്യം ഞാൻ ചോദിക്കണമെന്നല്ലേ ഉള്ളൂ. അത് ചേട്ടാ മറ്റേ കർമ്മയില്ലേ, ഒരു 3 വർഷം മുമ്പ് ഈ പരിപാടി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ വീട്ടിൽ ഇരുന്ന് കണ്ട് ഈ എന്തുവാടാ ഇവരൊക്കെ പറയുന്നത്, ഇവർക്ക് പഠിച്ചിട്ട് വന്നൂടെ? അങ്ങനെ ഇരുന്ന് കളിയാക്കിയ ആളാ. ഇന്ന് ഇവിടെ നിൽക്കുമ്പം ഇനി നമ്മളെ TV കാണുമ്പോ അവര് കളിയാക്കുമല്ലോ. എളുപ്പമാണ്, ഇവിടെ വന്ന് കളിച്ച എളുപ്പമല്ലെന്ന് ഞാൻ അന്ന് പറഞ്ഞതായിരുന്നു. എന്നാലും അന്ന് വീട്ടിൽ ഇരുന്ന് പറഞ്ഞ ഞാനാ ഇപ്പൊ ഈ വേദി വന്ന് നിൽക്കുന്നില്ലേ? അതാണ്, അതല്ലേ ഏറ്റവും വലിയ കാര്യം. ആലോചിച്ച് നോക്കിയേ, അത് മോനാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. മോന്റെ കഴിവ് കൊണ്ട് തന്നെ ആണ്. കാരണം എന്ന് വെച്ചാൽ ഇവൻ MBA എന്നും പറഞ്ഞ് ജോലി എന്നും പറഞ്ഞ് പോയിരുന്നെങ്കിൽ വരത്തില്ല, ഇപ്പൊ ഇവിടെ വരാൻ പറ്റില്ലല്ലോ. വേണേ വല്ല സ്പോൺസർ ആയിട്ട് അവന് സൈഡിൽ വന്ന് ഇരിക്കാൻ പറ്റും. പിന്നെ ചേട്ടനെ കാണാൻ പറ്റിയതും ഭയങ്കര സന്തോഷം. നമ്മള് TV മാത്രല്ലേ കണ്ടിട്ടുള്ളൂ. ഭയങ്കര സന്തോഷം. താങ്ക് യു. നമുക്ക് തുടങ്ങാം. തുടങ്ങല്ലേ? രണ്ടുപേരും റെഡി അല്ലേ? തുടങ്ങുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി വേറെ ഒന്നും വച്ച് താമസിപ്പിക്കുന്നൊന്നുമില്ല. ഇനി നിങ്ങൾ തമ്മിൽ ബദ്ധവൈരികളാണ്, മനസ്സിലായ? പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും കിട്ടല്ലേ എന്ന് പ്രാർത്ഥിക്കേണ്ട ഒരേ ആൾക്കാരേ ഉള്ളൂ, ഓഡിയൻസ്. കാരണം നിങ്ങൾക്ക് കിട്ടാതിരിക്കുമ്പോഴേ അവർക്ക് കിട്ടൂ. എന്നെ ഇന്ന് കൊറേ വാരും. അപ്പൊ തുടങ്ങാം നമുക്ക്. റൗണ്ട് 1 റാപ്പിഡ് ഷോപ്പിംഗ് റൗണ്ട്. ഓടൂ വാരൂ നേടൂ. വളരെ എളുപ്പമാണ്. ചോദ്യങ്ങൾ 2 ചോദ്യങ്ങൾ, 2 പേർക്കും കോമൺ ആയിരിക്കും. ബസർ അമർത്തി ഉത്തരം അറിയാമെങ്കിൽ പറയാം. ആദ്യം ബസർ അമർത്തുന്ന ആളിന് ആണ് ചാൻസ് കിട്ടുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. ചോദ്യം ഇതാണ്: കണ്ണുള്ളവർക്കും കണ്ണില്ലാത്തവർക്കും ഒരുപോലെ കാണാനാവുന്നത് എന്താണ്? അഭിജിത്ത്, ചോദ്യം തീരുന്നതിന് മുമ്പേ ഉത്തരം പറയാനായിട്ട് ബസർ പ്രസ് ചെയ്തു. കണ്ണുള്ളവർക്കും കണ്ണില്ലാത്തവർക്കും ഒരുപോലെ കാണാൻ കഴിയുന്നത് എന്താണ്? കാറ്റ്. കാറ്റ് കാണാൻ പറ്റൂ? കാറ്റ് പോയാൽ അറിയാൻ പറ്റും, പക്ഷെ കാറ്റ് കാണാൻ പറ്റൂ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചേ. കണ്ണില്ലാത്തവർക്കും ഒരുപോലെ കാണാൻ പറ്റുന്നത് ഇരുട്ട്. ഇരുട്ടാ? കണ്ണില്ലാത്തവർക്കും കാണാൻ. ഇരുട്ടാവുമ്പോഴല്ലോ കാണാൻ പറ്റില്ലെന്നല്ലേ നമ്മൾ പറയുന്നത്. മണം. മണം അമ്മ കണ്ടു തുടങ്ങിയല്ലേ അമ്മ? മണം ഞങ്ങളുടെ നാട്ടിലൊക്കെ മണം അങ്ങനെ പറയും. മണം കാണാൻ പറ്റും. മണം കേക്കാന്നൊക്കെ പറയുന്നേ. കേക്കാം, പക്ഷെ കാണാൻ പറ്റും മണം? അങ്ങനെ പറയൂ. അങ്ങനെ പറയൂ. ഞാൻ പാസ് ചെയ്യട്ടെ? ഉത്തരം ഡ്രീം ആണോ? Absolutely spot on. ഇത് മനസ്സിൽ വെച്ചിട്ടാണോ ഉത്തരം പറയാതിരുന്നേ? കംപ്ലീറ്റ് അതിന് മുമ്പ് പ്രസ് ചെയ്തില്ലേ? കണ്ണുള്ളവരും കണ്ണില്ലാത്തവരും ഒരുപോലെ കാണുന്നത് സ്വപ്നങ്ങൾ, ഡ്രീംസ്. അപ്പൊ സ്വപ്നം കണ്ടതുപോലെ കാര്യങ്ങൾ നടന്നില്ലേ? അവിടെ ഒരു കയ്യിലൊരു പിടുത്തം വന്നു. ഞാനത് കണ്ടു. അതാ, അപ്പൊ ആരാണ് ഷോപ്പ് ചെയ്യാൻ പോകുന്നത് അകത്തേക്ക്? 30 സെക്കൻഡ് കൊണ്ട് 1000 രൂപയ്ക്ക് ഷോപ്പ് ചെയ്യാൻ പോകുന്നത് ആരാണ്? മേഘ, ഓൾ സെറ്റ്? യെസ്. ഓടൂ വാരൂ നേടൂ. Go. Go, 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 go. Go, go, go. Go. Yes, Megha, the basket ഇതാ. 30 seconds ടൈം ആണുള്ളത്. മുകളിൽ പോകാൻ പാടില്ല. You have 15 seconds more. നിലവറ അടയ്ക്കുന്നതിന് മുമ്പ് വെളിയിൽ കടക്കണം. 10 seconds കൂടിയുണ്ട്. Yes, yes.
ലാസ്റ്റിലാണ് കേട്ടോ, ലാസ്റ്റ് സെക്കൻഡിലാണ് വന്നത്. അടിപൊളിയായിരുന്നു, ബ്രില്യൻലി പ്ലേഡ്. കൈയൊക്കെ ചോന്നല്ലോ. അല്ലത് മൈലേഞ്ചി. ഇതിൽ 1000 മുകളിൽ ഉണ്ടാവോ ഇല്ലേ എന്നുള്ള അറിയണ്ടേ? ഓ ദൈവമേ. വളരെ നല്ലൊരു സാധനം എടുത്തിട്ടുണ്ട്. കുടുംബജീവിതത്തിലൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള സാധനം ഹോർലിക്സ്. നോക്കട്ടെ വില എത്ര നോക്കിക്കോളൂ. 294. അടുത്ത സാധനം നമ്മുടെ സ്പോൺസറിന്റെ അടുത്തല്ല, നമ്മുടെ സ്പെഷ്യൽ പാർട്ണറാണ് നെസ്ലെ മിൽക്ക് മെയ്ഡ്. 144. 438 രണ്ട് ഐറ്റത്തിൽ 438 ഈ മിൽക്ക് മെയ്ഡ് വെച്ചൊരു പായസം ഉണ്ടാക്കാനുള്ള തീരുമാനം ഉണ്ടെന്ന് തോന്നുന്നു. ഏലക്കൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ. ഞാൻ ഇനി ബാക്കിയിലോട്ട് കൂടി പോളോ? മതിയായി. ഏലക്ക 1150. അപ്പോ നല്ല ഐശ്വര്യമായിട്ട് തിരിച്ചു കൊണ്ടു കൊടുക്കാം അല്ലേ? ഓക്കെ. അല്ലേ? അല്ലെങ്കിൽ ഇതൊക്കെ വീട്ടിലുണ്ടടി, വേണ്ട. ശ്ശോ, അങ്ങനെ ആശ്വസിക്കാനേ പറ്റുള്ളൂ. പക്ഷെ ഇവർക്ക് ഇത് ഭയങ്കര ഗുണമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എവരാണ് ആൻസർ ചെയ്ത് പോകുന്നെങ്കിൽ അവർക്ക് ഏതാണ്ട് കുറച്ച് വില മനസ്സിലായി കഴിഞ്ഞു. പക്ഷെ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. റെഡി അല്ലേ? റെഡി ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 2. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഹാൻഡ്സ് ഓൺ ദ ബസർ ഇഫ് യു നീഡ് ടു. 1 പവൻ സ്വർണം എത്ര ഗ്രാമാണ്? 8 ഗ്രാം. ജസ്റ്റ് ഒരു സെക്കൻഡിന്റെ മിസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 8 ഗ്രാം. അതിന്റെ ദശാംശം ഒന്നും ഇല്ലെന്ന് ഉറപ്പല്ലേ? സ്വർണ്ണക്കടയിൽ എഴുതി വെച്ച കണ്ടിട്ടാണോ ഈ പറയണേ? 8 ഗ്രാം 1 പവൻ. ഒരു സോവർ എന്നാണ് പവന് ഇംഗ്ലീഷിൽ പറയുക. അത് എത്ര ഗ്രാം കൂടുമ്പോഴാണെന്നുള്ളത് 8ന്റെ കൂടെ എന്തെങ്കിലും ദശാംശം വല്ലതും ഉണ്ടോ? ഉറപ്പല്ലേ? ഉറപ്പാ. ഇതിൽ കൂടുതൽ ഉറപ്പ് പറഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ മാറ്റി പറയാം. അതാ കറക്റ്റ് ആണ്. ഇനി ഇത് എത്ര പവനുണ്ടെന്ന് ചോദിക്കണോ? അല്ല, സ്വർണ്ണത്തിന്റെ കാര്യം ഡൗട്ട് വരത്തില്ല. സ്വർണത്തിന്റെ കാര്യത്തിൽ എനിക്കറിയാം, എന്റെ അമ്മയ്ക്കും ഉണ്ടാവില്ലല്ലോ സംശയം. ആര് പോകുന്നു ഷോപ്പിങ്ങിന്? അമ്മ പോ. ഇത് തന്നെയാണോ? 1000 രൂപയുടെ ഷോപ്പിംഗ് അമ്മ പോകോളൂ. ഇത് ചിലപ്പോ മോളെടുത്തോണ്ട് വന്നതിന് കൂടുതൽ. അല്ല, അതിനകത്തൊരു പിറ്റുണ്ട്. ചേട്ടൻ മറ്റേ ഏലക്ക എടുത്തില്ലേ? ഇവിടെ നിന്നിട്ട് ഏലക്ക എടുത്താൽ മതി, ഏലക്ക എടുത്താൽ മതി. ആദ്യമേ തട്ടി തന്നെ. അപ്പൊ ഞാൻ എന്താ ബാസ്ക്കറ്റുമായിട്ട് റെഡിയാണ്, വേഗം വന്നോളൂ. റെഡിയല്ലേ? ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ മീനാക്ഷി പലതും പറയും. മീനാക്ഷി പാവത്തിനെ പറ്റിക്കണോ? അല്ല, വിധുചേട്ടൻ പറഞ്ഞു വിട്ടാ മതി. വിധുചേട്ടാ 30 സെക്കൻഡ് സമയം കേട്ടാ. ചിലപ്പോ ഉരുക്കോട്ടെ. ശരി, പൂർണ്ണ ഉരിക്കോ. കാരണം ഉരുണ്ട് വീണാ എന്തോ ചെയ്യോ? ഉരുണ്ട് വീഴരുത്, അത്രേ ഉള്ളൂ. റെഡി? അപ്പോ ഓടൂ, വാരൂ, നേടൂ. Go. Go, go. ഹായ് ശൈലജാമ്മ. ഓ, വേഗം എടുത്തോ. 1000 രൂപയ്ക്ക് മുകളിൽ പോകരുത്. അമ്മയ്ക്ക് പ്രത്യേകം അറിയാലോ സാധനങ്ങളുടെ വില. 15 സെക്കൻഡ് ബാക്കിയുണ്ട്. മതിയോ? ഉറപ്പാണോ? അമ്മ 1000 രൂപയ്ക്ക് മുകളിൽ പോകരുത്. വീഴോന്ന് പേടിച്ചു. ഇങ്ങനെ തന്നോ അമ്മ, ഇങ്ങനെ തന്നോ. ഒരു കഥയുണ്ട്, ഞാൻ പറയാം. ആ കഥ പറ, എന്നിട്ട് ബാക്കി നോക്കാം നമുക്ക് കേട്ടാ. പണ്ട് വീട്ടിൽ പറയാൻ ഓടാൻ പോയിട്ടുണ്ട്. അവസാനം കാണാൻ വീട്ടിൽ കണ്ടില്ല. അവസാനം വീട്ടുകാർ അന്വേഷിച്ച് പോയിട്ടുണ്ട്. അതിനാണ് നമ്മൾ ഒളിച്ചോട്ടെന്ന് പറയുന്നു. അല്ല, ആ ഓട്ടമല്ല, സ്പോർട്സിന് പോയതാണ്. അതെ, എല്ലാത്തിനും ഫസ്റ്റ് വീട്. ഫസ്റ്റ് വാങ്ങിച്ചു. മനസ്സിലായി, ഞാൻ ഇപ്പൊ പിടിച്ചറിഞ്ഞ എനിക്ക് മനസ്സിലായി. അപ്പോ നോക്കട്ടെ, അമ്മ വളരെ ബുദ്ധിപരമായ ഷോപ്പിംഗ് ആണ് കേട്ടാ. ബുദ്ധിപരമായ ഷോപ്പിംഗ്. ആദ്യമേ അമ്മ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചന്ദ്രിക ഷോപ്പിംഗ്. ശരി, നോക്കട്ടെ. ഇത് 2 എടുത്തിട്ടുണ്ട്. ഓ, ബൈ 1 ഗെറ്റ് 1 ഫ്രീ. ഓ, 270. ഇത് ബൈ 1 ഗെറ്റ് 1 ഫ്രീ ആയതുകൊണ്ട് രണ്ടാമത്തത് കൂട്ടാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ലല്ലോ. പറ്റില്ല. ബുദ്ധിമതി. ബൈ 1 ഗെറ്റ് 1 ഫ്രീ. ബുദ്ധിയൊക്കെ ഉണ്ട്. വിനികാരിയാണോ അമ്മയുടെ? അതെ, വെള്ളമാണെന്ന് എഴുതി എടുത്താണോ? അല്ല, 21 രൂപ. അമ്മ കലക്കി. എന്നാൽ ചെറിയ വിനികാരി പോരാത്തത് കൊണ്ട് വലിയ വിനികാരി വിലയില്ല. അത് വെള്ളാന്ന് വെച്ചെടുത്താന്ന് തോന്നുന്നു. 33. അമ്മ ഇതെന്തോന്നമ്മ? 324. ഓക്കെ, എവനാണോ വീട്ടില് ഈ ടോയ്ലറ്റ് ഒക്കെ ക്ലീൻ ചെയ്യുന്നത്? സത്യം അതിന് വേണ്ടിയിട്ടാണിത്. അമ്മ മാർക്കറ്റിൽ വില കൂടിയില്ലേ? 110. 434 ഇതുവരെയും. ഓ, മാ ഗ്രീൻ ചില്ലി സോസാ. 70 രൂപ.
അതിനും കുറവായിരിക്കും. എന്തായിരുന്നാലും പിടിച്ചു കഴിഞ്ഞു, ഉറപ്പല്ലേ? അമ്മ ഇത്രയും സാധനങ്ങൾക്കെല്ലാം കൂടി മനക്കട കൂട്ടിയിട്ടൊന്ന് പറഞ്ഞേ. അത് കണക്ക് വീക്കാ. 800-നും 900-നും ഇടയ്ക്ക് വരും. 800-നും 900-നും ഇടയില 584. ഞാൻ പറയണത് 584. ഇത്രയും സാധനം കൊണ്ടുവന്ന ആരും തന്നെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല കേട്ടോ. ഒരു ചെറിയ ധനകാര്യമന്ത്രിയാവാൻ മാർഗം നോക്കാൻ പറ്റുമോ? പക്ഷേ അമ്മയ്ക്ക് ഒരു ഉഗ്രം കഴിവ് വിടണം. ഒരു കാര്യം പറയട്ടെ, ഈ സാധനം ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് കേട്ടോ. അത് സൂപ്പർ. നമ്മൾ ഇവിടെ എത്താനാണ് ലക്ഷ്യം പിടിക്കേണ്ടത്, മനസ്സിലായ? നമ്മൾ ഒരു ഒറ്റ പാക്കറ്റിലാണ് നമ്മൾ പുറത്തു പോയി. റൗണ്ട് 1 അങ്ങനെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ രണ്ടുപേരുടെയും ചോദ്യങ്ങൾ അവസാനിച്ചു. ഗംഭീരമായിട്ട് രണ്ടുപേരും പെർഫോം ചെയ്തു. സമ്മാനം നേടിയത് ഒരു ടീമാണെങ്കിലും പക്ഷെ നല്ല പെർഫോമൻസ് ആയിരുന്നല്ലോ. ഉത്തരം മറ്റവരുടെ സ്റ്റീൽ ചെയ്ത് കൊണ്ടുപോയതൊക്കെയല്ലേ, അതൊക്കെ അടിപൊളിയായി. പിന്നെ ആ എൻട്രിയും കിടലായിരുന്നു. തിരിച്ചു വരവ് നമ്മളെല്ലാരും പേടിച്ചു. നമ്മളൊരു ഡോമൊക്കെ മാറ്റി വെക്കേണ്ടി വരും. റെഡി ഫോർ റൗണ്ട് 2 ഡ്യുവൽ ട്രയൽ. രണ്ടിലൊന്നറിയാം. ഈ റൗണ്ടിന്റെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ആ ഉത്തരം പാസ് ചെയ്ത് പോകുന്നത് ആർക്കെന്നറിയോ? ഓഡിയൻസിലേക്ക്. അപ്പൊ ഇവർക്ക് ഉത്തരം കിട്ടല്ലേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ ഉള്ളിൽ കേട്ടാ. സമ്മാനം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ സമ്മാനാണോ? നിലവറയ്ക്കകത്തുള്ള സാധനങ്ങൾ എടുത്തോണ്ട് ഓടാം കേട്ടാ. അതുവഴി ഓടരുത്, നമ്മൾ പറഞ്ഞു. തുടങ്ങാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയിലോട്ട് തന്നെ പോവാം. ഒരു വീഡിയോ ഇപ്പൊ പ്ലേ ആവും. ആ വീഡിയോ ശ്രദ്ധിച്ച് കാണണം. കണ്ടതിന് ശേഷം അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ. വീഡിയോ പ്ലേ ചെയ്യട്ടെ? സെറ്റ് അല്ലേ? അപ്പോ ലെറ്റ്സ് പ്ലേ ദ വീഡിയോ. വീട് മിമിക്രി പ്രൊഫഷണൽ ചെയ്യുന്നുണ്ടോ? മിമിക്രി പ്രൊഫഷനാണ് സർ. ആരൊക്കെയാണ് ലിസ്റ്റിലുള്ളത്? ഒന്ന് രഞ്ജിയേട്ടൻ, ഡയറക്ടർ രഞ്ജിത്ത്. പിന്നെ നമ്മുടെ മലയാളത്തിന്റെ മഹാനടൻ ലാലേട്ടൻ. പിന്നെ കുമരങ്കരപ്പള്ളി ജോയ് മാത്യു സർ. വീട് പെരുമ്പാവൂർ. എന്ത് ചെയ്യുന്നു അവിടെ? പെരുമ്പാവൂർ അവിടെ മിമിക്രി ഒക്കെ ചെയ്യായിരുന്നു, സ്റ്റേജിലൊക്കെ ചെയ്യായിരുന്നു വല്ലപ്പോഴും. ഇപ്പൊ സിനിമയിലൊക്കെ അഭിനയിക്കാറുണ്ട്. ചോദ്യം വളരെ സിമ്പിൾ ആണ്. ആരാണ് ഇതിന്റെ അവതാരകൻ എന്നുള്ളതാണ്. ആരാണ് ഇതിന്റെ അവതാരകൻ എന്നുള്ളതാണ്. അതല്ല ചോദ്യം, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. 2 പേരുണ്ടായിരുന്നു മിമിക്രി കാണിക്കാൻ. ഒന്ന് സുരാജ് വെഞ്ഞാറമ്മൂടും, മറ്റത് ജയറാമേടും അല്ലേ? സുരാജ് ഏട്ടനും ജയറാമേടും. സുരാജ് ഏട്ടന്റെ ലിസ്റ്റിൽ 3ാമതായിട്ടുണ്ടായിരുന്ന ആളാരാണ്? സുരാജ് ഏട്ടൻ ഒരു ലിസ്റ്റ് പറഞ്ഞു. അതിൽ അദ്ദേഹം ലിസ്റ്റിൽ ഓരോ ആൾക്കാരുടെ പേര് പറഞ്ഞു. 3ാമത്തെ പേരുകാരൻ ആരായിരുന്നു? ലാലേട്ടൻ. അതാണ് ഉറപ്പായിട്ടുള്ള ഉത്തരവാണെങ്കിൽ പറഞ്ഞാൽ ഞാനത് ഉറപ്പിക്കാം. ഇഫ് യു തിങ്ക് ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ, യു ക്യാൻ ആക്ച്വലി ലോക്ക് ഓൺ ടു ദ ആൻസർ. അല്ലേ? ലാലേട്ടൻ. ഓഡിയൻസ്, ഈ ഉത്തരം ശരിയാണോ? ആ ഉത്തരം ശരിയാണെന്ന് തോന്നുന്ന ആൾക്കാർ മാത്രം കൈവെക്കും. ചുമ്മാങ്കിലും ആരും കൈവെക്കുന്നില്ല. അപ്പൊ ഈ ഓഡിയൻസ് പറഞ്ഞതാണെങ്കിൽ ഉറപ്പിക്കാലോ ഉത്തരം തെറ്റാണ്. I'm really sorry. The answer is wrong. ഉത്തരം അറിയാവുന്നവർ മാത്രം കൈവെക്കൂ. ഉത്തരം ഒരാളേ ഉള്ളൂ. ആരാ? പറഞ്ഞു. ജോയ് മാത്യു. ബെസ്റ്റ്. ഇത്രയൊക്കെ ബിൽഡപ്പ് ചെയ്തിട്ട് അവസാനം ജോയ് മാത്യു. പുള്ളി അവിടെ അങ്ങനല്ലോ, കുമരങ്കരി പള്ളി ഇതല്ലേ പറഞ്ഞത്. ലിസ്റ്റിലെ പേരെന്താ പറയണ്ടേ? ജോയ് മാത്യു. കുമരങ്കരപ്പള്ളി അല്ല പറയണ്ടേ, ജോയ് മാത്യു ആണ് ശരിയായ ഉത്തരം. ഓടിവാ, ഓടിവാ. ആ കുട്ടി വന്നപ്പോ ആ പി ഊരിയ ആൾ ഒരിക്കൽ കൂടി വിടണം പ്ലീസ്. കൃഷ്ണപ്രിയ, വെൽക്കം വെൽക്കം. ഓ, ചെരുപ്പൊക്കെ ഊരി ഓടാൻ തയ്യാറെടുത്താണ് വന്നേക്കുന്നത്. കണ്ടോ, ബാഹുബലിക്ക് കൊടുത്ത വെൽക്കമാണ് പുള്ളി ഇപ്പൊ കൊടുത്തത്. ഒന്നുകൂടെ ഒറ്റ തവണ. ഇതൊരു ജോലിയായി എടുത്തൂടെ? നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കൃഷ്ണപ്രിയ എന്ത് ചെയ്യുന്നു മോളെ? എവിടെയാ പഠിക്കുന്നത്? കോളേജിന്റെ പേരെന്താ? മൂകാംബിക കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ആൻഡ് റിസർച്ച്. മൂകാംബിക കോളേജ്. ഗെയിം എന്താണെന്ന് അറിയണ്ടേ? വിൽ ഗോ സ്ട്രെയിറ്റ് ടു മീനാക്ഷി സുധീർ. ബോൾ ഇതാ ഈ ഒരു സ്റ്റാർട്ട് പോയിന്റിൽ വെക്കുക. അവിടെ നിന്ന് ഇങ്ങനെ ചാഞ്ചാടി നമ്മുടെ എൻഡ് പോയിന്റിൽ ചാടിയതായിട്ട് ഞാൻ കണ്ടില്ല. ആക്ച്വലി ചാഞ്ചാട്ടം വരുന്നത് ദാ ഇവിടെ വന്നിട്ടാ. കാരണം ഇവിടെ കുറെ കടമ്പകളുണ്ട്. ആ ഒരു കടമ്പകളൊക്കെ കടന്ന് ദാ ഈ ഒരു എൻഡ്
പോയിന്റിൽ എത്തണം. അതാ ഇങ്ങനെ എത്തിക്കണം. ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് നൽകുന്ന റെഡ് റിബൺ കെട്ടിയിട്ടുള്ള കയ്യിൽ ഒതുങ്ങാവുന്ന അത്തരം ഗിഫ്റ്റ് എടുത്ത് നിലവറ അടയ്ക്കുന്നതിന് മുമ്പ് വെളിയിലേക്ക് കടക്കുക. സുപ്രിയ, ഇതിന് എളുപ്പമായിട്ടൊരു ടാസ്ക് കിട്ടാനില്ല കൃഷ്ണപ്രിയ. റെഡിയല്ലേ? അപ്പൊ ഓടൂ, വാരൂ, നേടൂ, ഗോ. 45 seconds ആണ് ടാസ്ക് കംപ്ലീറ്റ്. ഫ്രം ഹിയർ ഇവിടെ നിന്ന് വേണം തുടങ്ങാൻ. കൊണ്ടുവന്നോ. യെസ് പോട്ടെ. എൻഡ് പോയിന്റ് എത്തിക്കട്ടെ. എൻഡ് പോയിന്റ്. യെസ് കഴിഞ്ഞു. ഒറ്റ ബോൾ മതി. പൊയ്ക്കോ. ഇഷ്ടംപോലെ സമയമുണ്ട്. അടഞ്ഞേ ഉള്ളൂ ഇപ്പോ. നമ്മുടെ കൊക്കിൽ ഒതുങ്ങലല്ലേ നമുക്ക് ഒത്താൻ പറ്റുള്ളൂ അല്ലേ? ഇത് വെച്ചോ, ഇങ്ങോട്ട് വെച്ചോ, നോക്കട്ടെ. ആ ബോർഡും എടുത്തോ. എനിക്ക് തോന്നുന്നത് അവർക്ക് ആ ബോർഡ് തിരിച്ചു വേണ്ടി വരുന്നതാണ്. ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കാസറോൾ. പിട്ടാപ്പള്ളി നൽകുന്ന ഒരു ഇലക്ട്രിക് കെറ്റിൽ. 2 ഹോസ്റ്റലിൽ അത്യാവശ്യമുള്ള സാധനങ്ങൾ അല്ലേ? ഹോസ്റ്റലിലുണ്ട്. ആണല്ലേ? ഓ, അതായത് ഇത് ഹോസ്റ്റലിൽ കൊടുക്കേണ്ട കാര്യമില്ല. ഇത് ഹോസ്റ്റലിലുള്ള സാധനങ്ങളാണ്, നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളാണ് അല്ലേ? അങ്ങനെയല്ലേ കൃഷ്ണപ്രിയ? പക്ഷെ കലക്കിയട്ടാ. 2 സാധനങ്ങൾ അടിച്ചു പൊളിച്ചെടുത്തു. ഒരു ഉഗ്ര കൈയ്യടി കൊടുത്തു നിങ്ങളുടെ ടീമിന്. ഇത് 2ഉം കൃഷ്ണപ്രിയക്കുള്ളതാണ്. പാടനൊക്കെ നമുക്ക് വേറെ വിടുക. കൺഗ്രാറ്റുലേഷൻ കൃഷ്ണപ്രിയ, കൺഗ്രാറ്റുലേഷൻ. വെൽ പ്ലേ, വെരി വെൽ. അഭിജിത്തെ, അമ്മേ റെഡിയല്ലേ? അപ്പോ ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ നമ്പർ 2. ഇനി അടുത്തത് അഗൈൻ അവർക്ക് കൊടുത്തതുപോലെ തന്നെ ഒരു വീഡിയോ ആണ്. വീഡിയോ ശ്രദ്ധിച്ച് കാണുക. കണ്ടതിന് ശേഷം ഒബ്സർവ് ചെയ്യുക. ഓഡിയൻസ്, ഇത്തവണ അവർക്ക് കിട്ടണോ? വേണ്ട. ഇത്രയും ക്രൂരമായ ഒരു ഓഡിയൻസിനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, റെഡി? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 2, വീഡിയോ പ്ലീസ്. അതെ, ഞാൻ പറയുന്ന ഒരു കാര്യം ചേട്ടൻ കേൾക്കാറില്ല. എല്ലാത്തിനും ചുമ്മാ യെസ് അടിക്കാണ് പതിവ്. ഇപ്പൊ ഞാൻ തെളിയിച്ച ചേട്ടാ കഴിക്കാനുള്ള വിഷം ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്യട്ടെ. ചേട്ടാ അതെ, ഉച്ചക്ക് ചോറിന്റെ കൂടെ പല്ലി പൊരിച്ചതാണോ ആട്ടുകാട്ടം വേണോ? എന്തെങ്കിലും ഉണ്ടാക്കാൻ എന്തായാലും കുഴപ്പമില്ല, ഞാൻ കഴിച്ചോളാം. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും കുഴപ്പമില്ല. കൊള്ളാം, നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. എന്നെ വെച്ചിട്ടല്ലേ? ശരി, ഓക്കെ, ശരി. കണ്ടോ? മുഴുവൻ കണ്ടു? നേരത്തെ ഈ വീഡിയോ കണ്ടിട്ടുള്ളതാണോ? ഇല്ല, ആദ്യമായിട്ട് കാണുമല്ലേ? ഭാഗ്യം. അപ്പൊ ശരി, ഇതിനകത്തൊരു ചിത്രം ഉണ്ടായിരുന്നു. ആ ചിത്രത്തില് ഏത് നിറത്തിലുള്ള പന്ത് കൊണ്ടാണ് കുട്ടി കളിച്ചിരുന്നത്? മഞ്ഞ. എന്താണ്? മഞ്ഞ. എന്റെ പൊൻ, ശരിക്കും കണ്ടില്ലേ? അപ്പൊ അത് കണ്ടു. മഞ്ഞ. ഉറപ്പാണ്? ഉറപ്പാ. നിങ്ങൾക്ക് ഉറപ്പാണോ? ഈ ഉത്തരം ശരിയാണെന്ന് തോന്നുന്നവർ മാത്രം കൈപൊക്കിയേ. അപ്പൊ നേരത്തെ കയ്യിന് കുഴപ്പമുണ്ടായിട്ടല്ലെന്ന് മനസ്സിലായില്ലേ? Absolutely right. ഇത്തവണ ആരാ പോകുന്നത്? ഗെയിം കണ്ടിട്ട് തീരുമാനിക്കാം. പോലെ സമയമുണ്ട്. മീനാക്ഷി, ഈ ഒരു സ്റ്റാൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ 2 കൈ ഉപയോഗിച്ചും ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിന്റെ പൊക്കത്ത് ഒരു ഗോലി വെച്ച് തരും. ആ ഒരു ഗോലി ഇങ്ങനെ ഈ ഒരു ഹോളിലൂടെ ഇങ്ങനെ ഇട്ടിട്ട് ലാസ്റ്റ് ഈ ഒരു കപ്പിൽ കൊണ്ട് എത്തിക്കുക. അപ്പോ അഭിജിത്ത് റെഡി? ഓടൂ, വാരൂ, നേടൂ, ഗോ. റെഡ് റിബൺ വെച്ച് കെട്ടിയിട്ടുള്ള ഗിഫ്റ്റ് എടുത്തോ. കേജ് അടയുന്നതിന് മുമ്പ് ഇങ്ങനൊരു അമ്മയും മോനും ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ പറയാം. അമ്മ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ട ഒരേ ഒരു കാര്യമുള്ളൂ, നീ പോയി 2 ഗ്യാസ് സ്റ്റവ് എടുത്തേക്ക് വരണം. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അമ്മ. അല്ലേ അമ്മ? അങ്ങനല്ലേ പറഞ്ഞേ? അണ്ണന് കൊടുക്കാമെന്ന് പറഞ്ഞു. അണ്ണന് കൊടുക്കാൻ. പക്ഷെ ഒരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് പിട്ടാപ്പള്ളിയിൽ നിന്ന് കിട്ടി. ഒരു ഫുള്ള് 2 ബർണർ ഗ്ലാസ് ടോപ്പും കിട്ടി.
പോരെ അമ്മ പറഞ്ഞ ഇങ്ങനെ അനുസരിക്കുന്ന ഒരു മകനെ ഞാൻ അമ്മ കണ്ടിട്ടില്ല. എപ്പോഴും പറയായിരുന്നു ഇൻഡക്ഷൻ കുക്കർ വേണം. പിന്നെ അത് അതുപോലെ തെറ്റ്. ഓക്കെ. അപ്പൊ ദാ ഇത് രണ്ടും ഞാൻ നിങ്ങളുടെ ടീമിനോട് ഏൽപ്പിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഗെറ്റ് റെഡി ഫോർ റൗണ്ട് 3. ടൈം ഫോർ റൗണ്ട് 3. ഡബിൾ ട്രബിൾ. ഈ കടമ്പയും കടമ്പ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കിലുള്ള ചോദ്യമായിരിക്കും. ടോപ്പിക്ക് കിട്ടി, നിങ്ങൾ ജയിച്ചു, നിങ്ങൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് കഴിഞ്ഞ് എടുത്തുകൊണ്ട് വരേണ്ട സാധനം ഒരു മിസ്റ്ററി ബോക്സ്. ആ 4 മിസ്റ്ററി ബോക്സിൽ 2 അടിപൊളിയാണ്, മറ്റു 2 നെഗറ്റീവാണ്. അതിനകത്ത് ഏറ്റവും ഈസിയസ്റ്റ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോ കിട്ടിയത് മുഴുവൻ പോവും, ചിലപ്പോ കിട്ടിയത് മുഴുവൻ മറ്റേ ടീമിന് കൊടുക്കേണ്ടി വരും. ഇതാണ് ഞങ്ങൾക്കൊന്നും വാങ്ങാത്തത്. ചിലപ്പോ നമ്മൾ ഗെയിമിൽ നിന്ന് എലിമിനേറ്റ് ആവും. 4 ബോക്സിൽ ഏതെങ്കിലും ഒരു ബോക്സ് എടുക്കുമ്പോ ആ ബോക്സിനകത്ത് എന്താണോ അതാണ് നിങ്ങളുടെ സമ്മാനം അല്ലെങ്കിൽ വിധി. ഓക്കെ, റെഡി? പറഞ്ഞതായിരിക്കും. ചോയ്സ് ഓഫ് ടോപ്പിക്സ് പ്ലീസ്. ടീമേ, ഇന്ത്യ, കേരളം, മലയാള സിനിമ, നാമവഴക്കം, സാഹിത്യം, കായികം. മലയാള സിനിമ. മലയാള സിനിമ ഉറപ്പല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ പ്ലീസ്. മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച മഹേഷ് എന്ന് പറയുന്ന കഥാപാത്രം നടത്തിയിരുന്ന സ്റ്റുഡിയോയുടെ പേരെന്തായിരുന്നു? ഭാവന സ്റ്റുഡിയോസ്. ഇനി അതിനകത്ത് ആലോചിക്കാനും പറയാനൊന്നുമില്ല. ഭാവന സ്റ്റുഡിയോസ് is indeed the right answer. ആ കയ്യിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. മീനാക്ഷി സുധീർ. ഈ റൗണ്ടിലെ ടാസ്കിന്റെ പേരാണ് കുപ്പിക്കൊരു തൊപ്പി. അതെ അതെ, എന്റെ മുമ്പില് 7 പല ഡിഫറെന്റ് കളേഴ്സിലുള്ള കുപ്പിയുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഇങ്ങനെ മാച്ചിങ് ആയിട്ടുള്ള ബോട്ടിൽ ക്യാപ്സ് വെച്ചിട്ട് ഈ ബോട്ടിൽ ഇങ്ങനെ ഇറുക്കി അടയ്ക്കണം. രണ്ടുപേരിൽ ആരാ പോകുന്നത്? മേഘയാണ് പോകുന്നത്. ഓക്കെ, മേഘ ഇത് ഭയങ്കര ഈസി ആണ്. 45 seconds is a lot of time. റിലാക്സ് ചെയ്ത് കളിച്ചു കേട്ടോ. പക്ഷേ എടുത്തോണ്ട് വരുന്ന ബോക്സ്, അതിലാണ് എല്ലാ ഗെയിമും ഇരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. റെഡി അല്ലേ മേഘ? റെഡി. ഓടൂ, വാരൂ, നേടൂ, ഗോ. യെസ് മേഘ, 7 പല നിറത്തിലുള്ള ബോട്ടിൽ ക്യാപ്സ് ഉണ്ട്. മാച്ച് ചെയ്ത് അടയ്ക്കണം. വെരി ഗുഡ്, വെരി ഗുഡ്. യു ആർ ഡൂയിങ് ഇറ്റ് റിയലി വെൽ. ഓ സൂപ്പർ. യെസ്, അടിപൊളി അടിപൊളി. മിസ്റ്ററി ബോക്സ് എടുത്തോ, സൂക്ഷിച്ചെടുക്കണം, ചിന്തിച്ചെടുക്കണം. യു ഹാവ് 7, 6, 5. അടിപൊളിയായിട്ട് കളിച്ചു, ഭയങ്കര ബുദ്ധിപരമായിട്ട് അതെ, കളിച്ചു. അതെ, അതെ. വേറെ ഒന്നും ചെയ്യുന്നില്ല, നേരെ എടുത്ത് ടക്ക് 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 എന്നൊക്കെ വെച്ച് ഭയങ്കര ഫാസ്റ്റ് കളിച്ചു. അസ്ത്രമായിട്ട്. Let me open. Yeah. പോവാം. ഇത് പക്ഷേ ഇപ്പൊ എങ്ങനെ നമ്മള് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഇതുവരെയും സാധനങ്ങളൊന്നും നേടാൻ സാധിച്ചിട്ടില്ല. ഈ യാത്രയുടെ അവസാനം എവിടെയെന്ന് തീരുമാനിക്കുന്നത് പോലും ഈ ബോക്സ് ആണ്. അപ്പോ പക്ഷെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്തായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ തിങ്ക് ഇന്ന് നിങ്ങൾക്ക് ലക്ക് അങ്ങനെ ഫേവറബിൾ അല്ലാത്തൊരു ദിവസമായതുകൊണ്ടാവാം. കാരണം നിങ്ങൾക്ക് ഇന്ന് ഇവിടെ നിന്ന് പോകുമ്പോ കിട്ടുന്നത് ഒരു ഫ്രിഡ്ജാണ്. Congratulations! Look at that! ഇത്രയും നേരം പോയിട്ടുള്ള എല്ലാ സാധനങ്ങളും വെച്ച് നോക്കിയിട്ട് ഒരു റെഫ്രിജറേറ്റർ. സൂപ്പർ. ഇത്രയും നേരം അകറ്റി നിർത്തിയിരിക്കുകയാണ്, ഇപ്പോഴാണ് കെട്ടിപ്പിടിച്ചത്. Congratulations on this one. Thank you. It's a fridge. അങ്ങനെ സൽമാനും മേഘയും വിൻ ചെയ്തിരിക്കുന്ന ഒരു ഫ്രിഡ്ജാണ്. And we continue the journey. Yeah. Okay? And now it's time for question number 2. നിങ്ങൾക്കുള്ള ചോദ്യം. ചോയ്സ് ഓഫ് ടോപ്പിക്സ് തരട്ടെ. ചോയ്സ് ഓഫ് ടോപ്പിക്സ് പ്ലീസ്. ഇന്ത്യ, കേരളം, നാവുവഴക്കം, സാഹിത്യം, കായികം. നാവുവഴക്കം. ശരിക്കും അത് അപ്പുറത്തേക്ക് ഒരു ചലഞ്ച് ഏറ്റെടുക്കാനുണ്ടോ? നാവുവഴക്കത്തില് നമ്മൾ തരുന്ന ചാൻസസ് എണ്ണം നോക്കണം, അതിനനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, റെഡി? ഈ ടങ് ട്വിസ്റ്റർ തെറ്റാതെ പറയുക എന്നുള്ളതാണ്. കുട്ടൻ കുപ്പി തപ്പി, തട്ടാൻ തട്ടി കുപ്പി. ആര് പറയും? മോൻ പറ. അമ്മ പറ. അമ്മയല്ലേ എടുത്തത്. മോൻ പറ. മോനാണ് അമ്മയാണോ? ആരാണ് പറയാൻ പോണേ? ഓക്കെ, അഭിജിത്തെ. കുട്ടൻ കുപ്പി തട്ടി,
തെറ്റി എന്ന് അമ്മ പറഞ്ഞു. അമ്മ പറഞ്ഞു കുട്ടൻ കുപ്പി തട്ടി തപ്പി 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 കുട്ടൻ കുപ്പി തപ്പി. തപ്പി എടുക്കൂലേ നമ്മൾ എങ്ങനെ തപ്പി എടുക്കൂലേ? അതാണ് കുട്ടൻ കുപ്പി തപ്പി. കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി. ഞാൻ പറയാം. ആ പറഞ്ഞു. നിങ്ങളൊരു തീരുമാനം എടുക്കൂ. ആരാണ് പറയണത്? പകുതി ഞാനും പകുതി അമ്മ. കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി കുപ്പി. കറക്റ്റ് എടുത്തോ. കുട്ടൻ തപ്പി കുപ്പി. ഈ കുപ്പി ആരാണ് ഇവിടെ തട്ടിയത്? നടുക്ക് കൊണ്ട് കുപ്പി വെച്ച്. കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി കുപ്പി. കറക്റ്റാ. കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി കുപ്പി. കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി കുപ്പി. വെള്ളം കൊടുത്തു. റെഡി, ലെറ്റ്സ് ഗോ. അപ്പൊ അങ്ങനെ കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടിയ കുപ്പിയുമായിട്ട് ഇനി 45 സെക്കൻഡ് സമയം. എന്താണ് ഗെയിം, എന്താണ് അവിടെ നടക്കുന്നതെന്നൊക്കെ അറിയാനായിട്ട് ഗോയിങ് ഓവർ ടു മീനാക്ഷി സുധീർ. ഒരുപാട് തട്ടി മുട്ടിയിട്ടുള്ള ഒരു ടങ് ട്വിസ്റ്റർ ആണല്ലോ കിട്ടിയത്. അപ്പം ഇതിനകത്ത് ഇങ്ങനെ ബോൾ ഇതാ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ തട്ടി 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 ഈ ഒരു കുട്ടയിലാക്കണം. ഓ അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. വെരി നമ്മൾ ദിവസവും ചെയ്യണം പരിപാടി. അപ്പൊ ഓടൂ, വാരൂ, നേടൂ, ഗോ. യെസ് അഭിജിത്ത് വരൂ 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 വരൂ. അപ്പ് 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 അപ്പ്. താഴെ വീഴരുത്. ഇട്ടോ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഏത് വേണം സൂക്ഷിച്ചിട്ട് പോകണം. ഓൾ ദ ബെസ്റ്റ്. ഗെയിം കളിക്കാൻ പോയതോ അതോ മീനാക്ഷി സംസാരിക്കാൻ പോയോ? അവിടെ നിന്നിട്ട് ഞാനിത് എടുക്കാം കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. കിട്ടിയാ ഫോൺ നമ്പർ കിട്ടിയ? ഫോൺ നമ്പർ കിട്ടിയ? ഓ ശരി. Come to unveil the mystery. അയ്യോ, അതിനൊരു സാധനം പറഞ്ഞുതരാം. ഇതിനകത്ത് നിങ്ങൾ ഇതുവരെയും എടുത്ത സാധനങ്ങളെല്ലാം എന്ന് പറയുന്നത് ഉഗ്രൻ സാധനങ്ങളായിരുന്നു. കിട്ടില്ല സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ സാധനങ്ങളിൽ ഇപ്പൊ ഒരു പിക്ക് ആൻഡ് ചൂസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ, അതായത് ഇതിനകത്തുനിന്ന് പകുതി മറ്റേ ടീമിന് കൊടുക്കേണ്ടി വന്നാൽ ഏതൊക്കെ കൊടുക്കും? വിനാഗിരി കൊടുക്കാം. കൊണ്ടുപോക്കാം. ഡയറ്റ് ഉള്ളതല്ലേ? ഡയറ്റ് ഉള്ളല്ലേ വിനാഗിരി തരാം. അത് ആപ്പിൾ സൈഡർ വിനിഗർ, അത് വേറെ ചെറിയ കുപ്പി ആയിരിക്കും അല്ലേ? നല്ല ഹൃദയവിശാലതയുള്ള ആൾക്കാരാണ്. അതെ അതെ, ഇത് അറിഞ്ഞോണ്ടാണ് അമ്മ രണ്ടെടുത്തേന്ന് തോന്നുന്നു. അമ്മ ഇലക്ട്രോണിക്കില് 2 എണ്ണം ഉണ്ട്. ഇൻഡക്ഷൻ വേണോ ഇത് വേണോ? എന്തായാലും അവർക്ക് ഇഷ്ടമുള്ള അവരെടുത്തോട്ട് അല്ലേ? നിങ്ങളുടെ ചോയ്സ് ആയിട്ട് വരും. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ഇവിടെ എലിമിനേഷൻ ഇല്ല. 2 പേരും അടുത്ത റൗണ്ടിലേക്ക് കിടക്കുകയാണ്. പക്ഷേ ആകെ ഒരേ ഒരു സങ്കടം, നമ്മുടെ ഇതിനകത്ത് നോക്കുമ്പം എവർക്കൊരു ഫ്രിഡ്ജ് കിട്ടി. നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന സാധനങ്ങളുടെ കൂടെ ഒരു ടിവിയും കൂടി കൊണ്ടുപോയി. ഈ ഇരിക്കുന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ പിട്ടാപ്പിളി ഏജൻസീസ് നൽകുന്ന ഒരു ടെലിവിഷൻ കൂടി അവർ സ്വന്തമാക്കി. കൺഗ്രാറ്റുലേഷൻസ്. ഇതൊക്കെ കൊണ്ടുപോയി ഒരു വണ്ടി വിളിക്കേണ്ടി വരുമല്ലോ. കൊല്ലം വരെ എത്തിക്കണ്ടേ അല്ലേ? മാവേലിക്കര വരെ എത്തിക്കണ്ടേ? That was an amazing game. Get ready. We will go in for round 4. And now round 4. Power of 2. 2 നേട്ടം. 2 നേട്ടം ഭയങ്കര സിമ്പിളാണ്. 3 ചോദ്യങ്ങൾ. 3 ചോദ്യങ്ങളിൽ മിനിമം 2 ചോദ്യങ്ങളെങ്കിലും ഒരു ടീം ശരിയായ ഉത്തരം പറഞ്ഞിരിക്കും. ആ ടീം മാത്രമേ നമുക്ക് ടാസ്ക് കളിക്കാനായിട്ട് പോവുള്ളൂ. ആ ടാസ്ക് കളിച്ച് ജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മെഗാ പ്രൈസ് റൗണ്ട്, അതായത് ഒരു കാറും ഒരു സ്കൂട്ടറും നേടാൻ കഴിയുന്ന റൗണ്ടിലേക്ക് പോകും. ഓപ്പൺ ക്വസ്റ്റ്യൻസ്. 2 പേർക്കും വേണ്ടി 3 ചോദ്യങ്ങൾ. ഉത്തരം അറിയാമെങ്കിൽ ബസറമർത്തുക. റെഡി? ക്വസ്റ്റ്യൻ നമ്പർ 1. ലോകത്ത് ഏറ്റവും കൂടുതൽ ചപ്പ് ചവറായി വലിച്ചെറിയപ്പെടുന്ന വസ്തു എന്താണ്? യെസ്, അവിടെ ഓൾറെഡി പ്രസ് ചെയ്തു.
സൽമാൻ പറയൂ. പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് വലിച്ചെറിയരുത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അല്ലേ? അതാണ് പക്ഷെ ഏറ്റവും കൂടുതൽ വലിച്ചെറിയപ്പെടുന്നത് എന്നുള്ളതാണ്. പ്ലാസ്റ്റിക് ആണ് ഉത്തരം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ശരിയാണെന്ന് തോന്നുന്നു. ഓഡിയൻസിന് ഫുഡ് വേസ്റ്റ്. ഉത്തരം പറയണ്ട, ആണോ അല്ലേ എന്നുള്ളത് മാത്രം പറയാം. അല്ല, അത് ഈ പറയുന്നത് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് തെറ്റായ ഉത്തരം. പക്ഷെ നമുക്കറിയാം ഇത് ശരിക്കും പറയാൻ കളയുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോഴും ഇതൊരു പ്രശ്നമുള്ള സാധനമാണ്. ഏറ്റവും കൂടുതൽ ചപ്പ് ചവറായിട്ട് വലിച്ചെറിയപ്പെടുന്ന ഈ വസ്തു നമ്മുടെ ഉപയോഗത്തിലും ഇതൊരുപാട് പ്രശ്നമുള്ള സാധനമാണ്. ആരോഗ്യത്തിനൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന സാധനമാണ്. ആലോചിക്കൂ. Go on. I'll give you a countdown. 5, 4, 3, 2. കഴിഞ്ഞോ? ഉത്തരവില്ല. ഉറപ്പാണ്. ഓഡിയൻസ് ആർക്കെങ്കിലും ഉത്തരം? വാൾഡൻ. ഏറ്റവും കൂടുതൽ ഹാനികരമായിട്ടുള്ള സിഗരറ്റ് നമ്മൾ എല്ലാരും വലിച്ച് ലാസ്റ്റാണ് അത് എറിയുന്നത്. അവിടെ ഹോസ്റ്റലിൽ അങ്ങനെ വല്ലതും പിടിക്കപ്പെട്ടോ? അങ്ങനെ എന്തെങ്കിലും ഹോസ്റ്റലിൽ അങ്ങനെ എന്തെങ്കിലും പിടിക്കപ്പെട്ടോ? ഹോസ്റ്റലിന്റെ ചുറ്റുവട്ടത്ത് ഈ ചപ്പ് ചവറായിട്ട് കൂടുതൽ കാണുന്നുണ്ടാണോ വാർഡൻ? ഹോസ്റ്റലിൽ നല്ല പിള്ളേരാണ്, പുറമെ നമ്മുടെ ആരോഗ്യത്തിന് ഹോസ്റ്റലിന്റെ ചുറ്റും ലേഡീസ് ഹോസ്റ്റലാണോ? ഈ ചുറ്റും വന്ന് ഈ ഹോസ്റ്റലിന്റെ ചുറ്റും വന്ന് നിൽക്കുന്ന ആൾക്കാർ അവിടെ കാത്തു നിൽക്കുമ്പോ ഇതൊക്കെ കിടന്ന് കളയുന്നുണ്ടോ? അങ്ങനെ ഒന്നുമില്ല. മൂകാംബിക കോളേജിൽ അങ്ങനെ ഒന്നുമില്ല, നമുക്കത് വിശ്വാസമാണ്. പക്ഷേ നമ്മുടെ വാർഡൻ പറഞ്ഞ ഉത്തരം ഉഗ്രൻ ഉത്തരമാണ്. അതായത് ഭയങ്കര തോട്ട്, നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് വന്ന ഉത്തരമാണ്. പക്ഷെ അത് ശരി ഉത്തരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാർഡൻ, ഐ എം റിയലി ഹാപ്പി ടു സേ ഇറ്റ് ഇസ് റൈറ്റ്. വരൂ വരൂ, ഈ പിള്ളേരെ മുഴുവൻ നയിക്കുന്ന വാർഡൻ വരൂ. വലിയ കൈയ്യടി കൊടുക്കണ്ടേ? ആ പാവം കൃഷ്ണപ്രിയക്ക് ഒരാളാണ് PP ഊതിയത്. എത്ര പേരാ വാർഡൻ അവിടെ ഭയങ്കര പോപ്പുലാരിറ്റി ആണെന്ന്. വാർഡന്റെ പേര് സുജാത. സുജാത. നമുക്ക് ആ യെല്ലോ റിബൺ കെട്ടിയ ഏത് സാധനം വേണേ കൊണ്ടുപോവാം. പക്ഷേ ഗിഫ്റ്റ് എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഒരു ടാസ്ക് ഉണ്ട്. ഓക്കെ മീനാക്ഷി, പിറ്റാപ്പള്ളി ഏജൻസീസ് നൽകുന്ന ഒരു അടിപൊളി കൂളറാണ്. ഈ സൈഡിൽ നിന്നിട്ട് അവിടെ ഒരു കോൺ കണ്ടല്ലോ, ആ ഒരു കോണിലേക്ക് ഈ റിംഗ് ജസ്റ്റ് വീണില്ല. ഇതുപോലെ ഇടാതിരിക്കണം. ഇതേപോലെ ഇടരുത്, കറക്റ്റ് ഇതിന്റെ അകത്ത് ഇങ്ങനെ വീഴണം. നമ്മൾ തുടങ്ങാൻ പോകുന്നു. ഓടൂ വാരൂ നേടൂ ഗോ. ചേച്ചി ഓടിവാ ഓടിവാ. 45 സെക്കൻഡ്സ് ആണ് നമുക്കുള്ള സമയം. 2 എണ്ണം എറിഞ്ഞാ മതി. എന്റെ അമ്മേ, എഴുന്നേറ്റ് നിന്ന് കൈയ്യടി കൊടുക്കും. എഴുന്നേറ്റ് നിന്ന് കൈയ്യടി കൊടുക്കും. കാരണം ഒരു 3 എണ്ണം പ്ലീസ്. കാരണം ഒരു 3 എണ്ണം വീണതിന് ശേഷം ഒരെണ്ണം വീണു. ഫസ്റ്റ് 2 എണ്ണം ഇങ്ങനെ ചില്ലായിട്ട് എറിഞ്ഞങ്ങ് ഇടുകയാണ്. സത്യം പറ, ഇതിനു മുമ്പ് കാർണിവല്ലായിരുന്നു ചോദിക്കും. വാർഡനാവണതിന് മുമ്പ് അല്ലേ? ഒരുപാട് അടുത്ത് പോയി ചെന്ന് എറിഞ്ഞ് വീഴ്ത്തിയിട്ടുണ്ടല്ലോ. എന്റെ പിള്ളേരുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥന കറക്റ്റ് ആയിട്ട് കൊണ്ട്, കാരണം അവര് ജയിച്ചില്ലെങ്കിൽ ഈ കൂളർ വേണമെന്ന് പ്രാർത്ഥന. അപ്പോ കൂളറും കൊണ്ടാണ് പോകുന്നത്. ഇത്തവണത്തെ ഓഡിയൻസ് ഫുള്ള് കൈ നിറയെ സമ്മാനമായിട്ടാ പോകുന്നത്. സൂപ്പർ, കലക്കി. വാർഡൻ ചേച്ചി, ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ യു. കൺഗ്രാറ്റുലേഷൻ. അപ്പോ റൗണ്ട് 4-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 പേര് ഉത്തരം പറഞ്ഞില്ല. അപ്പൊ അടുത്ത 2 ചോദ്യങ്ങളും ഒരു ടീം ഉത്തരം പറഞ്ഞാലേ നമുക്ക് റൗണ്ട് 5 മെഗാ പ്രൈസ് റൗണ്ട് ഉള്ളൂ. ഓക്കെ, സോ ദിസ് ക്വസ്റ്റ്യൻ ഇസ് വെരി ക്രൂഷ്യൽ. ഗെറ്റ് റെഡി ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 2. പുകയില്ലാത്ത അടുപ്പുകൾ കേരളത്തിലെ ഏത് സ്ഥലത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്? യെസ്, അവിടെയാണ് ഫസ്റ്റ് പ്രസ് ആയത്. പുകയില്ലാത്ത അടുപ്പുകൾ കേരളത്തിലെ ഏത് സ്ഥലത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്? ആലുവ. അവിടെ ഒരു കാസർഗോഡ് മണം അടിച്ചിരുന്നല്ലോ. ജസ്റ്റ് സെക്കൻഡ്സിലെ മിസ്സാണ് കേട്ടോ.
എന്താണ് ഉത്തരം മനസ്സിൽ കിടന്നിരുന്നത്? ഞാനും ആലുവ തന്നെയാണ് പറയാൻ വന്നത്. ആണോ? രണ്ടുപേരും ആലുവ എന്നാണോ പറയുന്നത്? അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? പുകയില്ല ആലുവ അടുപ്പുകളിൽ നിന്ന് കേട്ട് ശീലിച്ചു. പുകയില്ലാത്ത ആലുവ അടുപ്പുകൾ എന്നാണോ നിങ്ങളത് പറഞ്ഞിട്ടുള്ളത്? അഭിജിത്തെ, പുകയില്ലാത്ത ആലുവ അടുപ്പുകൾ കേട്ടിട്ടുണ്ടോ? ഞാൻ അടുപ്പെന്ന് കേട്ടപ്പോഴേ അമ്മയ്ക്ക് അറിയാന്ന് അടുപ്പ് പറഞ്ഞപ്പോഴേ അവൻ കൈയ്യെടുത്തു. അടുപ്പുമായിട്ട് അടുപ്പ് അമ്മയ്ക്ക്. എന്നാ ഒരു കാര്യം പറയാം, ശരി ഉത്തരം അമ്മ പറഞ്ഞതുപോലെ ആലുവ തന്നെയാണ്. അടുപ്പിന്റെ കാര്യത്തിലൊന്നും അമ്മമാർക്ക് തെറ്റൂലെന്നേ. അത് സ്വർണ്ണം പറഞ്ഞപ്പോഴും സ്വർണ്ണം ഒന്നും ചോദിച്ചില്ലേ, സോന്ന് കേട്ടപ്പോഴും സ്വർണ്ണം അടിച്ചു. അപ്പോ നമുക്ക് ഇനി അടുത്ത ഒരു ചോദ്യവും കൂടിയാണുള്ളത്. ആ ചോദ്യം എവർ ഉത്തരം പറഞ്ഞാൽ എവർ അടുത്തതിലോട്ട് കടക്കും. നിങ്ങളാണ് ഉത്തരം പറയുന്നതെങ്കിൽ ആരും കടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ അഥവാ ക്വസ്റ്റ്യൻ നമ്പർ 3. ഹിന്ദു പുരാണം അനുസരിച്ച് ഏറെ വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണനും കുചേലനും കണ്ടുമുട്ടിയ ദിവസം എന്തായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്? യെസ്, പറ്റിയല്ലേ പറ. ഇത് നടക്കുന്ന സമയത്ത് കച്ചവടം ഗംഭീരമാണ്. ഇതിന് ഒരുപാട് ഐതിഹ്യങ്ങൾ ഉണ്ടാവും. പക്ഷെ പ്ലീസ് ഗോ ഓൺ. പ്രസീത ഉത്തരം പറയാനുണ്ടെങ്കിൽ പ്രസീതോളൂ. ഇവിടെ ഉത്തരവില്ല. ഇല്ല, ഞാൻ പാസ് ചെയ്ത് അങ്ങോട്ട് പോവാണ്. ഉറപ്പല്ലേ? ഉറപ്പ്. പറ മേഘ. ഒരു വിഷു ആണോ? വിഷു അല്ല, ദീപാവലി. അല്ല, ശരിക്കും വിഷു എന്തിനാ സെലിബ്രേറ്റ് ചെയ്യണേ? കൃഷ്ണൻ ജനിച്ച ദിവസം. അല്ല, അത് ശ്രീകൃഷ്ണ ജയന്തിയാണ്. നിങ്ങൾ എന്താണ് ഈ പറയണേ? ഈ ഓണം എന്തിനാണ് സെലിബ്രേറ്റ് ചെയ്യണമെങ്കിലും അറിയൂ? അതറിയാം. വിഷുവിന്റെ ഒന്നും കഥ അറിയൂടെ തോന്നുന്നല്ലേ? അതും ജസ്റ്റ് അറിയാം. കൃഷ്ണൻ ഏതോ ഒരു അസുരനെ വധിച്ച ദിവസം അങ്ങനല്ലേ? വിഷുവിനെ അറിയാം, പടമെങ്കിലും അറിയൂ. മീശമാത വരുന്നത് രക്ഷയില്ല. ഇത് പക്ഷെ നമ്മളെല്ലാവരും കേൾക്കുന്നതല്ലേ? നമ്മുടെ ഓഡിയൻസിന് ആർക്കെങ്കിലും അറിയോ? ഉത്തരം അറിയില്ലേ? ഉമ്മ എന്തോ പറയാമെന്നല്ലോ. ഇനിയിപ്പോ എല്ലാവർക്കും വേണ്ടി ആ ഉത്തരം ഞാൻ പറയാം. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഉത്തരം പറയുമെന്ന് വിചാരിച്ചിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമായിരുന്നു. അടുത്ത റൗണ്ടിലോട്ട് പോകാൻ പറ്റുമായിരുന്നു. അപ്പൊ ഇനി തൊട്ട് നമ്മുടെ ഈ ഗെയിം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന്റെ ഉത്തരം എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ അക്ഷയ തൃതീയ. അക്ഷയ തൃതീയക്ക് പിറകിൽ വേറെ 2-3 കഥകൾ പറയാറുണ്ട്. അതിലൊരു കഥയാണ് കൃഷ്ണനും കുചേലനും തമ്മിൽ കണ്ട ദിവസം, അന്ന് ഏറ്റവും കൂടുതൽ സമൃദ്ധി ഉണ്ടായ ദിവസം, അതുകൊണ്ടാണ് എന്ന് പറയാറുണ്ട്. ശങ്കരാചാര്യരെ ബേസ് ചെയ്തിട്ട് സ്വർണ്ണനെല്ലിക്കയുടെ കഥ പറയാറുണ്ട്. അങ്ങനെ ഒരുപാട് കഥകൾ പറയാറുണ്ട്. അതിലൊരു കഥയാണ് കൃഷ്ണനും കുചേലനും കണ്ടുമുട്ടിയ ദിവസം കേട്ടോ. But it was fun, amazing game. നോക്ക്, ആ സൈഡിലോട്ട് നോക്ക്. അവിടെ ഓൾറെഡി ഒരു ടെലിവിഷനും 2 സ്റ്റവും അതുപോലെ തന്നെ ഒരുപാട് ഗ്രോസറീസ് ഇരിപ്പുണ്ട്. ഇപ്പുറത്തതാ ഒരു ബ്യൂട്ടിഫുൾ റെഫ്രിജറേറ്റർ നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് ഇരിപ്പുണ്ട്. ആ സൈഡിലോട്ട് നോക്കിയാലാണ് സമ്മാനങ്ങളുടെ പെരുമഴ കാണുക. ഓഡിയൻസ് ആയിട്ട് വന്നിരുന്നവർ ഇന്ന് കൊണ്ടുപോകുന്ന സമ്മാനം. അപ്പോ അങ്ങനെ ഗംഭീരമാക്കിയതിന്, ഈ എപ്പിസോഡ് ഗംഭീരമാക്കിയതിന് ഉറപ്പായിട്ടും സൽമാൻ ആൻഡ് മേഘ, താങ്ക് യു. അമ്മയ്ക്കും അഭിജിത്തിനും താങ്ക് യു. And audience for making it so real, thank you. And of course, നമ്മുടെ നിലവറയിലെ റാണിക്ക് a big thanks. മീനാക്ഷി, Thank you so much, മിഥുൻ ചേട്ടാ. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണും വരെ take care and bye everyone. വരൂ.